ഈ ഇടി വെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിയേറ്റെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അതേ അവസ്ഥയായിരുന്നു ബൂവെ എയർപോർട്ടിലെ നമ്മുടെ അവസ്ഥ. ബൈ ദ വേ, ബൂവെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിലെ ഒരു എയർപോർട്ടാണ്. നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ നമ്മളടുത്ത് പറഞ്ഞു, ഇന്ന് പാരീസിൽ സ്ട്രൈക്കാണ്, മേ ബി അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. പാരീസിലോട്ടുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ബസ്സും കാറും ട്രെയിനും നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് കാറാണ്. വെറും കാറല്ല, ബ്ലാ കാർ. അത് വലിയ സംഭവമൊന്നുമല്ല. ആരെങ്കിലും പാരീസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പോവാം. അവരെത്രയാണോ ക്യാഷ് പറയണേ അത് നമ്മൾ കൊടുത്താൽ മതി. നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തോന്നിയത് അതാണ്. അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത്. പക്ഷെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും അങ്ങനെ ഒരാളുണ്ടോ, അയാൾ പോകുന്നുണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് വിളിച്ച് ചോദിക്കാനെങ്കിലുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. അങ്ങനെ അയാൾ വഴി നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മുടെ ഹോട്ടൽ എയ്ഫിൽ ടവറിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലായിരുന്നു. എപ്പോഴും നമ്മൾ ഹോട്ടൽ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടുത്തുള്ളത് ചൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം വിചാരിച്ചതാ. അപ്പോൾ ഭയങ്കര മഴ. ഇപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമുക്കൊന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് വരാം. ആക്ച്വലി മഴ മാറിയെന്ന് വിചാരിച്ചത്, പക്ഷേ മഴയ്ക്ക് മാറാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ്